ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഒരു 7 ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയെടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, മിൽക്ക്മെയ്ഡ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ കരിഞ്ഞു പോകും. അപ്പോൾ 50 ഗ്രാം ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബട്ടറും ക്യാരറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ നമുക്ക് ബട്ടറിൽ ക്യാരറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഒരു 3 സ്പൂൺ പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതി, മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. നമ്മളിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇപ്പം നമ്മളിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ നല്ല മധുരം ഉള്ളതാണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ കോൺഫ്ലോറും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കളറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടി മാത്രമാണ്, ഒരിക്കലും നിർബന്ധമില്ല. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്ക് പിടിക്കും. നമുക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലുള്ള പാലൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മൾ 1 കപ്പ് പാലെടുത്തിട്ട് 1/2 കപ്പേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് 1/2 കപ്പിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ മുഴുവനായിട്ട് പാൽ ഒഴിച്ച് കൊടുക്കരുത്, ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹലുവയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ബദാമൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചട്ടിയിൽ നിന്ന് നന്നായിട്ട് വിട്ടു പോന്നിട്ടുണ്ട്. ഇങ്ങനെ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് വിട്ടു പോന്നു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുള്ളത്. ചട്ടിയിൽ ഒട്ടും പിടിക്കാതെ ഇങ്ങനെ വിട്ടു പോരും. അപ്പം നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ബട്ടർ പുരട്ടി കൊടുത്തതാണ് ഈ പാത്രത്തിൽ. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നന്നായിട്ട് ഒരേ ലെവലിൽ പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ചൂടോടുക്കനെ വേണമെങ്കിലും ഇത് കഴിക്കാം, തണുത്തിട്ടും കഴിക്കാം, ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് തണുത്ത് വരുമ്പോൾ അതിൽ പ്രസ്സായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കേ.